ഇവനാണ് സുസുക്കി ഗ്രാൻഡ് വിറ്റാറ, ദി ഒറിജിനൽ വൺ. മാരുതിയുടെ പ്രീമിയം ഡീലർഷിപ്പ് നെക്സ വരുന്നതിന്റെ മുൻപ് തന്നെ മാരുതി ഒന്ന് പ്രീമിയം ആവാൻ നോക്കിയായിരുന്നു. അതിന്റെ ഭാഗമായി കൊണ്ടുവന്നവരിൽ ഒരുത്തനാണ് ഗ്രാൻഡ് വിറ്റാറ. മാരുതി ഇവനെ CBU ആയിട്ട് ഫുള്ളി ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്താണ് കൊണ്ടുവന്നത്. നമുക്ക് ഇവന്റെ കുറച്ച് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നോക്കാം. ആദ്യം പോസിറ്റീവ്സ്. ഗ്രാൻഡ് വിറ്റാറ ഒരു CBU ആയിട്ട് വന്നതുകൊണ്ട് മറ്റു കാറുകളെ വെച്ച് നോക്കുമ്പോൾ ടെക്നോളജിയും ഫീച്ചേഴ്സും ക്വാളിറ്റിയും കൂടുതലാണ്. പിന്നെ ഇവൻ ഒരു പ്രോപ്പർ SUV തന്നെയാണ്. 4x4 സിസ്റ്റം, 4H 4L മോഡുകൾ, വലിയ ടയർ, ഗ്രൗണ്ട് ക്ലിയറൻസ്, നല്ല പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ, ആദ്യം 2 ലിറ്റർ, പിന്നെ ഫേസ് ലിഫ്റ്റിന് ശേഷം 2.4 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വന്നു. പിന്നെ പാർട്സിനൊക്കെ നല്ല ക്വാളിറ്റിയും റിലയബിലിറ്റിയും, 4 വീലിനും ഇൻഡിപെൻഡന്റ് സസ്പെൻഷനും. എന്റെ ബോഡി സ്ട്രെങ്ത്തിന്റെ കാര്യം നോക്കുവാണെങ്കിൽ തന്നെ അക്കാലത്തിറങ്ങിയ മറ്റു മാരുതി കാറുകളെക്കാളും നല്ല ബോഡി സ്ട്രെങ്തും ഉണ്ട്. കുറച്ച് നെഗറ്റീവ്സ് പറയാം. സമയത്തെ മറ്റു മാരുതി കാറുകൾ വെച്ച് നോക്കിയാൽ ഇമ്പോർട്ടഡ് കാർ ആയതുകൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വന്നു. നല്ല പ്രോപ്പർ SUV ആണെങ്കിലും ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ ഇല്ല. പിന്നെയുള്ള പെട്രോൾ എഞ്ചിന് മൈലേജ് നല്ല കുറവാണ്. സസ്പെൻഷന്റെയും ഡ്രൈവ് ട്രെയിന്റെയും എഞ്ചിന്റെ പാർട്സ് മിക്കതും ഇമ്പോർട്ടഡ് ആണ്. വില കൂടുതലുമാണ്. അല്പം കാലം കാത്തിരിക്കേണ്ടിയും വരും. ഒരുപാട് യൂണിറ്റ് വിൽക്കാത്തത് കൊണ്ട് പാർട്സ് കണ്ടുപിടിക്കാനും കുറച്ച് പാടാണ്. ശരിക്കും ഇവൻ കാലം തെറ്റി വന്ന കാറാണ്. ഒഴങ്ങാനും ലോഞ്ച് ചെയ്യുമായിരുന്നെങ്കിൽ മറ്റു പല കാറുകൾക്കും കോമ്പറ്റീഷൻ ആകുമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക.